ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റഡ് റെസിപ്പിയാണ് നമ്മളെ കണ്ണൂർ സ്റ്റൈലിലുള്ള കണ്ണൂരിലെ സൽക്കാരങ്ങളിലെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മസാല മക്രോണിയാണ് കേട്ടോ. ഇത് പണ്ട് മുതലേ ഉള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് മക്രോണി വേണം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലുള്ളതിനല്ല നമ്മൾ മക്രോണി എന്ന് പറയാം. അല്ലെങ്കിൽ പാസ്ത ഇല്ലേ, പെന്നെ പാസ്ത, അല്ലെങ്കിൽ സ്പെഗറ്റി വെച്ചിട്ടും എന്ത് വെച്ചിട്ടും ഇത് നമുക്ക് ഇതേപോലെ ഈ സെയിം റെസിപ്പി ചെയ്യാം. പക്ഷേങ്കിൽ നോർമലി ഈ മക്രോണി വെച്ചിട്ടാണ് ഇതേപോലത്തെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 4 കപ്പ് എടുത്തിന്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കാം, പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ അതിനനുസരിച്ച് നമ്മൾ മസാല ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഈ മക്രോണി വേവിച്ചെടുക്കുക. ഞാനിതാ കുറച്ചധികം വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തേന്. എന്നിട്ട് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക. തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ചധികം ഉപ്പിടണം. കാര്യം നമ്മൾ ഈ വെള്ളം അങ്ങ് വാർത്ത് കളയുമല്ലോ. അപ്പോൾ മക്രോണിയിലേക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ചധികം ഇടണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് ഇളക്കിയിട്ട് കറക്റ്റ് വേവാവുന്ന വരെ ഒന്ന് വേവിച്ചാൽ മതി. ഇത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്കായി പോയാൽ എല്ലാം കൂടി അങ്ങ് പൊടിഞ്ഞു പോവും. ഇത് ഏകദേശം ഒരു 8-10 മിനിറ്റ് ആയിന്. ഇത് ഒന്ന് നമ്മൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കറക്റ്റ് വെന്തിനോന്ന്. കറക്റ്റ് വേവാവണം, എന്നാൽ ഓവറായിട്ട് കുക്കാവാനും പാടില്ല. ഓവർ കുക്കായാൽ എല്ലാം കൂടി അങ്ങ് കുഴഞ്ഞു പോയിട്ടാ. എന്നാൽ കറക്റ്റ് വേവാവാൻ ചെയ്യണം. ഇനിയിപ്പം ഇതിപ്പോൾ ഇതാ കറക്റ്റായിന്. ഇതിന് ഇതിൻ്റെ വെള്ളം വാർത്ത് കളയുക. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് പച്ചവെള്ളം ഇല്ലേ, ഇതിൻ്റെ എക്സ്ട്രാ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ട് നോർമൽ പച്ചവെള്ളം അതിൻ്റെ മേലേക്ക് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ മേലെയുള്ള ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റാർച്ചില്ലേ, അതങ്ങ് പോയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കടായി വെച്ചിട്ട് ഇതിലേക്ക് മസാല ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടുന്നത് ഞാനിപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇടാം. ഈ നെയ്യും കൂടി ഇടുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരും കേട്ടോ ഈ മസാലക്ക്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 3 ചെറിയ ഉള്ളി, മീഡിയം സൈസോ അല്ലെങ്കിൽ ചെറുതോ, 3 സവാളയില്ലേ, അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഈ സമയം കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. കാര്യം നമ്മളിതിലേക്ക് ചിക്കനെല്ലാം ഇടുന്നുണ്ട്, ചിക്കനെല്ലാം വേവിച്ചിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ഉപ്പ് നോക്കി കുറച്ചിട്ടാൽ മതി. പിന്നെ ഇതാ 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3ഉം കൂടി ചതച്ചതാണ്. ഇത് ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള എടുക്കുക, വെളുത്തുള്ളിയും ഇഞ്ചിയും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഉള്ളി നല്ല വാടി സോഫ്റ്റ് ആവണം കേട്ടോ. ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് പൗഡേഴ്സായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാല, പിന്നെ ഇതാ 3/4 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ട. ഗരം മസാല മാത്രമാണ് ടീസ്പൂൺ അളവ് പറഞ്ഞേട്ടാ, 1 ടീസ്പൂണോളം മതി. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ മസാലാസിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നല്ലോണം വാട്ടിക്കൊടുക്കുക. 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഈ മസാലൻ്റെ പച്ചമണം മാറുന്നവരെ വാട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നാൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ വേവിച്ച സ്റ്റോക്കില്ലേ, നമ്മൾ കുക്കറിൽ ചിക്കൻ 2 വിസിലാക്കി എടുത്തതാണ്, ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഞാനിതാ ചെറിയ പീസാക്കി എടുത്തിന്, അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇടാം. ചിക്കൻ നമ്മളെ താല്പര്യം പോലെ, ഇനിയിപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല, ബീഫായാലും അല്ലെങ്കിൽ ചെമ്മീൻ, ഇതെല്ലാം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ചെമ്മീനിലാണെങ്കിൽ സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് കുക്കാവുമല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ക്യാരറ്റും, ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ആ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന്. ചെറിയൊരു ക്യാരറ്റും ചെറിയൊരു ക്യാപ്സിക്കവും പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക, മസാലയെല്ലാം ചിക്കനിലും ഈ വെജീസിലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ നമ്മൾ മസാല റെഡി ആയിന്. ഇതിൽ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചിട്ടിടാം. അങ്ങനെ അതെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്താം. കൂടുതൽ മസാല പൗഡേഴ്സൊന്നും വേണ്ട, ഞാൻ ഈ പറഞ്ഞ അളവ് മതി. ഇനിയിപ്പോൾ ഇതാ വേറൊരു വലിയ പാത്രത്തിൽ ഇതെല്ലാം കൂടി മിക്സ് ആക്കണം. നമ്മൾ നേരത്തെ വേവിച്ച് പച്ചവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതെല്ലാവരും ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിന്. ഇനിയിപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ ഈ മക്രോണിയിൽ മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കൂടുതൽ സമയം ഇളക്കണ്ട, അങ്ങനെയാകുമ്പോൾ മക്രോണി ഉടഞ്ഞു പോകട്ടോ. തേങ്ങാപ്പാൽ മിക്സാക്കി കഴിഞ്ഞപാട് തന്നെ നമുക്കിതാ ഇതിലേക്ക് മസാല മൊത്തത്തിലിടാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള മക്രോണിയും മസാലയും സെയിം അളവാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കി ആവശ്യത്തിനുള്ളത് മിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. 4 കപ്പ് മക്രോണിക്ക് ഞാനിപ്പം പറഞ്ഞിട്ടുള്ള ഈ ഒരു അളവ് മസാല കറക്റ്റാണ് കേട്ടോ. ഇനി എല്ലാം കൂടി മെല്ലെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഇതുപോലെ വുഡൻ സ്പൂൺ വെച്ചിട്ടെല്ലാം ഇളക്കുകയാണെങ്കിൽ നല്ലോണം ഉടഞ്ഞു പോകാണ്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ഇപ്പം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. നമ്മൾ നെയ്യിൽ മസാല ഉണ്ടാക്കിയതിൻ്റെയും പിന്നെ മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നല്ലോണം ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് മല്ലിയില അല്ലെങ്കിൽ പുതിനയില എല്ലാം ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല മക്രോണി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ്. സൽക്കാരത്തിലെല്ലാം മെയിനായിട്ട് പണ്ട് മുതലേ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. തേങ്ങാപ്പാലിൻ്റെ ടിപ്പ് അടിപൊളിയാണ് കേട്ടോ. മക്രോണിക്ക് എക്സ്ട്രാ ഒരു ജ്യൂസിനെസ്സും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.